ചപ്പാത്തി ഉണ്ടാക്കി എന്നും മടുക്കുകയാണെങ്കിൽ നമുക്ക് വല്ലാണ്ട് കുഴയ്ക്കാണ്ട് നമുക്കൊരു അടിപൊളി ഫ്ലഫി ആയിട്ടുള്ള ഒരു വീറ്റ് കുബൂസ് റെസിപ്പി ചെയ്താലോ. അതായത് ഒരു പാൻ എടുത്ത് ഒരു 4 കപ്പ് വീറ്റ് ഫ്ലോർ എടുക്കാം. ഇനി എമൗണ്ട് നിങ്ങളുടെ അനുസരിച്ച് എടുക്കാം. ശേഷം അതിലോട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ ആയിക്കോട്ടെ, റിഫൈൻഡ് ഓയിൽ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ശേഷം ചൂടുള്ള വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെയൊന്നും വേണ്ട, ബട്ട് ആവശ്യത്തിനൊന്ന് കുഴച്ചെടുത്താൽ മതി. ശേഷം ഇതൊരു പാനിൽ നമുക്ക് എന്ത് ചെയ്യാം, എണ്ണ തടവിക്കൊണ്ട് അടച്ച് വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം ഇതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ഉരുളകളായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഉരുളകൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യുക, അടച്ച് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ശേഷം അതെടുത്തിട്ട് നമുക്ക് ടേബിൾ ടോപ്പിൽ കുറച്ച് പൊടി തൂവിക്കൊണ്ട് നമുക്കിത് പരത്തിയെടുക്കാം. വളരെ തിന്നായിട്ട് പരത്തണ്ട, കുറച്ച് കട്ടിക്ക് തന്നെ പരത്തി കൊടുക്കാം. ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അത് കൂടുതൽ ഒരു സോഫ്റ്റായിട്ട് ഒരു ബണ്ണിൻ്റെ ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഷവർമയുടെ കുബൂസിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പെർഫെക്റ്റ് കുബൂസ് തന്നെയാണ് കേട്ടോ. വെറുതെ നമ്മൾ മൈദ കൊണ്ട് ഉണ്ടാക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി. ഷവർമയ്ക്കായാലും റോൾസുകൾക്കൊക്കെ നമുക്ക് ഈ ഒരു റൊട്ടി യൂസ് ചെയ്യാം. ഇനി ചൂടായിട്ടുള്ള പാനിൽ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് ഇതെന്ത് ചെയ്യാം, നമുക്ക് മുകളിൽ കളർ ചേഞ്ച് വന്ന് ചെറിയ ബബിൾസ് ഫോം ചെയ്യുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെയും കുറച്ച് കുക്കായി എന്ന് കണ്ടാൽ തിരിച്ചിട്ട് ഇങ്ങനെ ഒരു 3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ ഈ റൊട്ടി കുക്ക് ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ചാൽ വേഗം ഒരു സൈഡ് കരിഞ്ഞു പോയാൽ അത് പൊങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാവും. അതുപോലെ ബണ്ണായിട്ട് സ്ട്രക്ചർ ഫോം ചെയ്യാനും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും ഈസിയുമാണ്, കഴിക്കാനും ചപ്പാത്തിയേക്കാളും ടേസ്റ്റും ആണ് ഈ റൊട്ടി. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു റൊട്ടി ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇത് എത്രത്തോളം ഈസിയാണെന്നുള്ളത് നമുക്കത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.